ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇനി നമ്മളൊരു ചെറിയ വ്ളോഗുമായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഈവനിങ്ങിൽ നമ്മുടെ കുറച്ച് പരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കൊച്ചു വ്ളോഗ്. വൈകുന്നേരം ആയപ്പോൾ നമ്മൾ പിള്ളേരൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ, ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാനും കടിക്കാനൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ നമ്മൾ ചായയും കടിയൊക്കെ ഒരു തട്ടിക്കൂട്ട് കടിയും ചായയൊക്കെ റെഡിയാക്കി എടുക്കണം കേട്ടോ ഇന്ന്. അപ്പോൾ നമ്മൾ പഴം വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനൊരു പാന് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പഴമൊക്കെ തൊലിച്ചിട്ട് തൊലി കളഞ്ഞിട്ട് വേണമല്ലോ തൊലിച്ചെടുക്കുന്നുണ്ട്. എനിക്കറിയാമല്ലോ പഴം എങ്ങനെ വാട്ടലെന്ന്, ഏകദേശം ആളുകൾക്കൊക്കെ അറിയാം. ഇനിയിപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് കൂടെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പുതിയ ബിഗിനേഴ്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ നമ്മുടെ സോസ് പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യോ ബട്ടറോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ മുമ്പ് അരിഞ്ഞ് വെച്ചിട്ടുള്ള പഴം ഉണ്ടായിരുന്നല്ലോ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല രീതിയിൽ വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം. ആ വാട്ടിയെടുക്കുന്ന ടൈം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള മറ്റൊരു മിക്സ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. കാരണം നമുക്ക് പഴം വാട്ടിയെടുക്കുന്നതിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നെയ്യിലൊക്കെ വാട്ടുകയാണെങ്കിൽ നമ്മൾ പഴം ഇങ്ങനെ വാട്ടിയതിന് ശേഷം തേങ്ങ പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കാറാണ് പതിവ്. ഇത് ഞാനൊരു വെറൈറ്റി മോഡലിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ആണ് നമ്മൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത്. അതിന് വേണ്ടി മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിലേക്ക് പിന്നെ പാലും കൂടെ, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. കുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടെ ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ സാധാരണ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുന്നതിലും അവർക്കൊന്നും കൂടെ കഴിക്കാൻ ഇഷ്ടം ഈ രൂപത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്ന മുട്ടയും പാലൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് കേട്ടോ. നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ഇഷമോളും അതുപോലെ തന്നെ വാവാച്ചിക്കുട്ടിയൊക്കെ ഫുഡ് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞിട്ട് നമുക്ക് പുഴയിലേക്ക് പോയാലോ എന്നാണ് അവർ പറയുന്നത് കേട്ടോ. അവിടെ അടുത്ത് തന്നെയാണ് പുഴ. അപ്പോൾ അവർക്ക് അവിടെ പോകണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഇവിടുന്ന് 2 മിനിറ്റ് നടന്നാൽ മതി. നമ്മൾ വീടിൻ്റെ അടുത്ത് നിന്ന് 2 മിനിറ്റ്, ഏകദേശം 2 മിനിറ്റോളം നടന്നാൽ നമ്മൾ പുഴയുടെ അവിടെ എത്തും കേട്ടോ. അപ്പം പുഴയിൽ വെള്ളമൊന്നുമില്ല, വേനലല്ലേ, മാടി കാണൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് ഈ മണലിൽ ചാടി കളിക്കാനോ വേറെ ഒന്നിനും അല്ല. മണലിൽ ഇങ്ങനെ വെറുതെ ഓടി കളിക്കുക, മണലിൽ മാന്തിയിട്ട് കുഴി ഉണ്ടാക്കുക, ഇങ്ങനെ ഓരോ കളികളാണ് ഇവർ. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ചെന്ന സമയം ശരിയില്ലാത്തൊരു ടൈമായിരുന്നു കേട്ടോ. 4 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ചെന്നത്. വെയിലൊക്കെ പോയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ നോക്കുമ്പോൾ നല്ല വെയിലാണ് കേട്ടോ. വെയിലായ കാരണം നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ പിടിച്ചു നിന്നിട്ടോ. അതിനുശേഷം സഹി കെട്ടപ്പോൾ എനിക്കാണെങ്കിൽ തലവേദന എടുക്കുക, അവർക്കാണെങ്കിൽ മക്കൾ കുറേ പറഞ്ഞു പോരണ്ട. എനിക്ക് വെയിൽ കൊണ്ടാൽ പെട്ടെന്ന് നീരിറക്കും, അതുപോലെ തന്നെ തലവേദനയൊക്കെ വരും കേട്ടോ. എന്നാലും അവർ മാക്സിമം അവർ കുറച്ച് നേരമൊക്കെ കളിച്ചിട്ടുണ്ട് അവിടെ. വീഡിയോ മുഴുവനായിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ ഇവിടെ കടവുണ്ട്, അതുകൊണ്ട് തന്നെ ഈ തോണിയുടെ സർവീസൊക്കെ ഉണ്ട്. തോണിയുണ്ട്, നമുക്ക് യാത്രക്കാർക്ക് വേണമെങ്കിൽ അക്കരെ കിടക്കുക ഒക്കെ ചെയ്യട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും ഈ വീഡിയോയിൽ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അതായത് അവർ പുഴയിൽ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ അവർ സ്കൂളിൽ വന്നിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ.